പരിശുദ്ധ അമ്മ അവളുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മുടെ സംസാരമൊക്കെ ദൈവത്തോടാകട്ടെ എന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധ അമ്മ അങ്ങനെയായിരുന്നു. പരിശുദ്ധ അമ്മ ഇന്ന് സഭയിൽ പരിശുദ്ധ അമ്മ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷേ സുവിശേഷത്തിൽ അമ്മ അധികം ഒന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വളരെ കുറച്ചേ ഉള്ളൂ പരിശുദ്ധ അമ്മയുടെ നാവിൽ നുതിർന്നു വീണ വാക്കുകൾ. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മയുടെ സംസാരമൊക്കെ ദൈവത്തോടായിരുന്നു. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ അർത്ഥനകൾ, പ്രാർത്ഥനകൾ സമർപ്പിക്കുക എന്നത് മാത്രമല്ല. അവളുടെ കലഹവും അവളുടെ പരാതി പറച്ചിലും അവളുടെ സംശയം ചോദിക്കലും അവളുടെ ദേഷ്യവും ഒക്കെ ദൈവത്തോടായിരുന്നു. എല്ലാം ദൈവത്തിങ്കിലേക്ക് അവൾ സമർപ്പിക്കുകയായിരുന്നു. ആദ്യം മാലാഖ വന്നിട്ടൊരു വലിയ നിയോഗം അവളെ ഭരമേൽപ്പിച്ച നിമിഷം തൊട്ട് അവിടെ പറയുന്ന അവൾ ചിന്തിച്ചു, അവൾ അസ്വസ്ഥയായി, അവൾ ചോദ്യം ചോദിച്ചു. അവിടം തൊട്ടേ അവളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ദൈവത്തോട്, സംസാരമൊക്കെ ദൈവത്തോട്.